അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കാർ ഫോർ സെയിൽ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടത് ഞാൻ ഒരു മിനി കൂപ്പർ മേടിച്ച വീഡിയോ അതിൻ്റെ പേര്. പക്ഷേ എനിക്ക് പ്രത്യേക സാഹചര്യമില്ല മിനി കൂപ്പർ വിൽക്കേണ്ട വന്ന്. ഇപ്പം നമുക്ക് മിനി കൂപ്പറോട് പണി വെക്കാൻ പറ. എന്താണ് നമുക്കൊരു ഫോർഡ് മസ്താങ് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു സമയനീസ്. അപ്പം നമുക്കൊരു ഫോർഡിൻ്റെ മസ്താങ് കിട്ടിയിട്ടുണ്ട്, പിന്നെ ഒരു കിട്ടുക്ക വണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് റേസ് കളിക്കാൻ പറ്റും. റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയം കഴിയാറായി. ഒരാൾ വന്നായിരുന്നു ആ ഒരു കിടക്കുന്ന ഒരു മേഴ്സീസ് വിൽക്കായിരുന്നു ഈസ്. അവിടെ ഒരു മേഴ്സീസ് ബെൻസ് കിടപ്പുണ്ട്. നിങ്ങൾ കണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ കാണിച്ചു തരാം. നമുക്കൊരു ചായ കുടിച്ച് നിൽക്കാം കേട്ടോ. ഇത് കണ്ടോ ഗൈസ്, നമുക്ക് നല്ല കോഫി ഉണ്ട്. കോഫി ഒരാൾ വന്നില്ലല്ലോ ഗൈസ്. ബാക്കി പിന്നെ കുടിക്കാം. നമുക്ക് റേസ് കളിച്ചിട്ട് വരാം കേട്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ ഒരു ഫോർഡ് മസ്താങ്. ഇതിൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കണം. ഗൈസ് ബെറ്റീസ് കാറാണെങ്കിൽ ഞാനിത് ഇപ്പം റെഡിയാണ്. പക്ഷേ ഈ വണ്ടി എടുത്ത് പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. ഗൈസ് ബെറ്റീസ് കാറോ? അയ്യോ, നമുക്ക് രണ്ടും കല്ല് വെച്ച് റേസ് കളിക്കാം ഗൈസ്. ഇവിടെ കാറ് പോകും ചിലപ്പോൾ. എന്തായാലും നൈട്രോസും റേസ് കിറ്റും ഒക്കെയുള്ള വണ്ടിയാണ്. ഞാൻ ഒച്ച കേൾപ്പിക്കാം ഗൈസ്. ബെറ്റീസ് കാറാണ്. ഓക്കെ ഗൈസ്, മസ്താങ് പോയി ഗൈസ്. നമ്മുടെ മസ്താങ് പോയി. എന്തൊരവസ്ഥയാണ് ഗൈസ്, അവിടെ മസ്താങ് പോയി. ഇതേ നല്ല കിടുക്കനൊരു മസ്താങ് ആയിരുന്നു ഗൈസ്, അത് പോയി കിട്ടി. ഒരവസ്ഥ വേണ്ടായിരുന്നു. ഇതിന് അതുപോലത്തെ വണ്ടി കിട്ടാൻ നല്ല പാടാണ് ഗൈസ്. ഗൈസ് ഇനി ഉള്ളത് ഇത് മാത്രമാണ്. പക്ഷെ ഇത് ഞാൻ വിൽക്കേണ്ട ഗതികേടാവും. ഇതാണ് ഗൈസ് വണ്ടി. ഗൈസ് എൻ്റെ ഒരു അവസ്ഥ, ഞാൻ ഈ വണ്ടീനെ വിൽക്കാൻ പോവാ ഗൈസ്, വേറെ വഴിയില്ല. ഗൈസ് എന്തൊരവസ്ഥയാണ്. ഗൈസ് ഒരാൾ വരുന്നുണ്ട്. ഏത് വണ്ടി നോക്കാനറിയാം. ആകെയുള്ളത് ഇതാ, എടുത്തോണ്ട് പോകും. 66,000 ചീപ്പാ ഗൈസ്. ആ വണ്ടിക്ക് പുള്ളി ആ വണ്ടി എടുത്തോണ്ട് പോയി, ഞാൻ വിറ്റ്. നമുക്ക് പോയി കാർ മാർക്കറ്റിൽ പോവാം ഗൈസ്. എന്നാലും 1 ലക്ഷം കയ്യിലുണ്ട്. പക്ഷെ അതുപോലത്തെ ഒരു മസ്താങ് കിട്ടാൻ നല്ല പാടാ ഗൈസ്. അത്രയും നല്ലൊരു വണ്ടി ആയിരുന്നത്. വെക്കീസ് കാർ, നമ്മുടെ കാറും കൊണ്ട് പുള്ളി പോയി. ഞാനിതിന് പ്രതികാരം ചോദിക്കും. നമ്മുടെ വണ്ടി മേടിച്ചുകൊണ്ട് പോയി അദ്ദേഹം. മിനി കൂപ്പറൊന്നും വേണമെന്നിരിക്കുന്നു. മിനി കൂപ്പറിനുള്ള മൂന്നെനിക്കില്ല. ഏത് നല്ലൊരു വണ്ടിയില്ല കഴിച്ചത്. എല്ലാം പൊട്ടാണ്. എല്ലാം പൊട്ട വണ്ടിയാണ് നടക്കുന്നത് ഫ്രണ്ട്സ്. അതിനകത്ത് എല്ലാം പൊട്ട വണ്ടിയായിട്ട് നടക്കുന്നത്. ഇതെന്താണ് ഹമ്മർ? അയ്യേ, ഒരു റേസ് കിറ്റ് കയറ്റാൻ പറ്റിയൊരു വണ്ടി പോലും ഇതിനകത്തില്ല ഗൈസ്. ശോക. മിനി കൂപ്പർ എടുക്കണോ? വേണ്ട, മിനി കൂപ്പറിനൊന്നും പോരാ. നമുക്കല്ലോ ചുമ്മാ വിറ്റ് കളിക്കാനോ വന്നിട്ടുള്ളൂ ഈ വണ്ടിയൊക്കെ. നമുക്ക് ചുമ്മാ നെയ്ബർഹുഡ് വരെ പോകാൻ. ഇവിടെ ഒരു വണ്ടി ഇല്ലെന്ന്, ചുമ്മാ കിടക്കാന്നേ ഉള്ളു ഗൈസ്. നമുക്ക് നെയ്ബർഹുഡിൽ പോകാൻ ഗൈസ്. അവിടെയെങ്കിലും നല്ലൊരു വണ്ടി കിട്ടുമെന്ന് നോക്കാം കേട്ടോ. എനിക്ക് നല്ല റേസ് കിറ്റൊക്കെ കയറ്റാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് വേണ്ടത്. നമുക്ക് റേസ് കളിച്ച് ജയിക്കണം ഗൈസ് ഇനിയെങ്കിലും. പക്ഷെ എന്നാലും ഞാൻ എങ്ങനെയാണ് തോറ്റത്?
ഗൈസ് അതെനിക്ക് തീരെ നഷ്ടം. ഞാൻ വലിയ കാലിട്ടാണ് മസ്താങ് മേടിച്ചങ്ങ് പോയതാ. ഇതേതാ വണ്ടി? അയ്യോ പൊട്ട വണ്ടി, എനിക്കൊന്നും വേണ്ട എൻ്റെ മസ്ത. ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്കേ നല്ലൊരു റേസ് കിറ്റൊക്കെ കയറ്റാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് വേണ്ടത്. കാണാനെങ്കിലും ഇച്ചിരി ലുക്ക് വേണം. ഏതാ BMW? ഒന്നും കിട്ടാൻ ഞാൻ ഈ BMW എടുത്തോണ്ട് പോകും. ഇത് കുഴപ്പമില്ലല്ലോ. നമുക്കൊരു 20,000 രൂപയ്ക്ക് 22,000 രൂപയ്ക്ക് വെച്ച് നോക്കാം. ഒരു 23,000 എന്താ? ഈസ് തന്നാ? ഈസ് പൈസയും പോയില്ല, വണ്ടിയും പോയില്ല. അടിപൊളി. ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പം പോയി ക്യാരവാനിൽ പോട്ടോ. എന്തോ ശരിക്കും പറ്റുന്നില്ല. നമുക്കൊരു അംഗീകരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അബദ്ധം കാരണം എൻ്റെ മസ്താങ് പോയി. ഈ വണ്ടി നിങ്ങൾ വിചാരിക്കുന്നല്ലേ, ആ വണ്ടി വെച്ച് അതിന് 8 റേസ് ചെയ്യിച്ചാണ്. അങ്ങനെയുള്ളൊരു വണ്ടിയാണ് അവിടെ കയ്യിൽ നിന്ന് പോയത്. 8 റേസാണ് ഞാൻ ആ ഒരൊറ്റ വണ്ടി വെച്ച് ജയിച്ചത്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ എനിക്ക് എന്തുമാത്രം വിഷമമുണ്ടെന്ന്. എന്താ പറയുന്നത്? എന്ത് പറയാനാ ഗൈസ്? നമുക്ക് എന്തായാലും നേരം വെളുപ്പിക്കുക. എന്താ എനിക്കങ്ങ് പറ്റുന്നില്ല. കാരണം ഞാൻ കാരണം തന്നെ എൻ്റെ വണ്ടി പോയി. ഇന്ന് ബില്ലും അടയ്ക്കണം, കാർ ഓപ്ഷനും ഉണ്ട്. കാർ ഓപ്ഷൻ ഉണ്ടായാൽ ഞാൻ പിന്നെ വണ്ടിയൊന്നും മേടിക്കാൻ നിൽക്കുന്നില്ല. ഞങ്ങൾക്ക് ഓഫീസിൽ പോവാം. ഓപ്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ നോക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമുക്ക് ആ ബില്ലങ്ങ് അടയ്ക്കാം ഗൈസ്. ഈ പുള്ളിയുടെ ശമ്പളം വരെ കൂടെ പോവും. നല്ലതാ. എത്ര ഗൈസ് ബില്ല്? പിന്നല്ലേ ഒരാൾ വരുന്നുണ്ട് ഗൈസ്. ഈ വണ്ടി ചേട്ടന് ഞാൻ തരാം. ചേട്ടൻ വേണം മേടിച്ചോണ്ട് നോക്കൂ. തുടങ്ങിയതുള്ളൂ. കറക്റ്റ് 8 മണിക്ക് മുമ്പേ പുള്ളി വന്നു. വണ്ടിയിൽ കുഴപ്പമൊന്നുമില്ല. ഡ്രിഫ്റ്റ് ചെയ്തിട്ട് ടർബോ എല്ലാം ഉള്ളതാ. സെയിം പ്രൈസാ. നമുക്ക് ചുമ്മാ ഒരു 6,100 ചോദിച്ചു നോക്കില്ല. 60,100 മതി. എന്നാൽ 60,000 ചോദിച്ചേക്കാം. വേണ്ട നിൽക്ക്. നമുക്ക് 60,001. അത് ഇറ്റേക്ക് 60,000 രൂപയ്ക്ക് വണ്ടി പോയി. നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് ആ ചേട്ടനെ പറ്റിക്കാം. നമുക്ക് ആ ചേട്ടനെ പോയി പറ്റിക്കാം ഗൈസ്. 1 സെക്കൻഡ് ഗൈസ്. നമുക്കേ ഒരു വണ്ടി എടുത്താൽ നമുക്ക് ഇന്നൊരു വണ്ടി മേടിക്കണം. കറക്റ്റ് 3 PM തുടങ്ങുന്നത്. സമയം ഇനിയും കിടക്കും ഗൈസ്. അത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഒരു കാറുണ്ടെങ്കിൽ റേസെങ്കിലും ചെയ്യാൻ. ഇപ്പോൾ റേസും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് പോയി ഈ ചേട്ടനെ കുറച്ച് നേരം പറ്റിച്ചിട്ട് വരാം. നടക്കുമെന്ന് അറിയത്തില്ല. അതിനകത്ത് വല്ല ഉണ്ടായാൽ കുഴപ്പമില്ല. കാറിൻ്റെ സ്റ്റിയറിങ്ങിലുണ്ടായാൽ കുറച്ച് പൈസ കിട്ടും. ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എന്നാ ഇത് ഇതെല്ലാം കൂടെ വിൽക്കാം. ഇതൊരു മെറ്റൽ പാർട്ടല്ലേ? ഓ 750. എത്രയും കിട്ടിയോ? നമുക്ക് ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാം ഗൈസ്.
ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ടൈം പാസ് ചെയ്യാൻ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. നമുക്ക് ചുമ്മാ മറ്റേ ഇവിടെ ഒന്ന് പോയിട്ട് വരാം. റെഡ് കഫേയിലേ ഇതിനകത്ത് വല്ലതും ഉണ്ടോയെന്ന് അറിയാം. ഞാൻ അതിനകത്ത് കയറിയിട്ടുണ്ട്, വേറെ പ്രാവശ്യം കയറിയിട്ടുണ്ട്. ഈ സാറിന് ഒരു വണ്ടി കിടക്കുന്നത്, നമുക്ക് ഈ സാറിനോട് മിണ്ടാൻ പറ്റുമോ? കേസ് നമുക്ക് 2 സാധനം കിട്ടിയിട്ടുണ്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന്. തൊട്ട വണ്ടി മാറുമോ? നമുക്കൊരു മൊബൈൽ ഫോൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓ, ഇതിനകത്ത് നമുക്ക് വണ്ടിയൊക്കെ വെക്കാം ഗൈസ്. നമുക്ക് ഇതിനകത്ത് എന്ത് പണി വേണമെങ്കിലും ചെയ്യാം. ഇത് കണ്ടോ, വെബ് പേജ് യൂസ് ചെയ്യാം. പിന്നെ ക്യാമറ ഉണ്ട്. നമുക്ക് ഇതേ പുള്ളിയുടെ ചേട്ടൻ ഫോട്ടോ എടുക്കട്ടെ. അപ്പോൾ നമുക്ക് സീനില്ല. ഇത് ബ്ലാക്ക് മാർക്കറ്റ് പോലത്തെ സ്ഥലം കേട്ടോ. ഈ വണ്ടിക്ക് എന്ത് വൃത്തി പറ്റത്തില്ലല്ലേ. അവർ ചേട്ടനുണ്ടായിരുന്നു, ഞാൻ ചുറ്റികയും മേടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്കേ ഇന്നത് ചെയ്യുമ്പോൾ നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. നമുക്ക് ആ ഓപ്ഷൻ നടക്കുന്നിടത്ത് അങ്ങ് നടന്നു പോകാം ഗൈസ്. അതുവരെ നമുക്ക് അവിടെ ചെന്നിട്ട് കുടിക്കാം, പെട്ടെന്ന് പോവാം. നമുക്കൊരു ടിക്കറ്റ് എടുത്ത് അവിടെ വെയിറ്റ് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് പോവാം. ആളിഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് ഇനി വയ്യൊന്ന് ചായ കുടിച്ച് നിൽക്കാം കേട്ടോ. കുട്ടിച്ചൊക്കെ തീർത്തേക്കാൻ കഴിച്ചു. കുട്ടിച്ച് തീർത്തേക്കാം, കുറേ നേരത്തേക്ക് കാണുന്നത്. എത്ര നേരം ഉണ്ട് ഗൈസ്? 1.5 മിനിറ്റ് കൂടെ ഉള്ളൂ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നമുക്ക് ചുമ്മാ ഈ സ്ഥലത്തിൻ്റെ ഫോട്ടോ അങ്ങ് എടുത്താലോ. സമയമുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇത് നോക്കാം. ഇനി സമയമുണ്ട് കേട്ടോ. ജസ്റ്റ് നമുക്കിനി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ റേസ് കിറ്റൊക്കെ കയറ്റാൻ പറ്റിയ നല്ലൊരു വണ്ടി ഇട്ട് ഞാൻ പൊക്കാൻ പോവുകയാണ്. അവസാനം വരുന്നത് ഞാനൊന്ന് വെയിറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ഒരു 1,50,000 രൂപയ്ക്ക് അടി നിൽക്കുന്ന ആ ഒരു വില തന്നെ നമുക്ക്. 41 സെക്കൻഡും കൂടി ഉള്ളൂ ഗൈസ്. അപ്പോൾ അധികം നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല ഫ്രണ്ടിലൊരു സീറ്റ് കണ്ടിരിക്കാം. ഫ്രണ്ട് സീറ്റിനില്ലേ, നമുക്ക് ഇവിടെ ഇരിക്കാം. പ്ലീസാണ് നമ്മുടെ ക്യാരക്ടർ ദീ ഇരിക്കുന്നത്. ഓക്കെ ഗൈസ്, 19 സെക്കൻഡും കൂടി ഉള്ളൂ. നമുക്കിപ്പോൾ സ്റ്റാർട്ടാവും. ഓക്കെ ഗൈസ്, 5 സെക്കൻഡ്. 4, 3, 2, 1 സ്റ്റാർട്ട്. ആ വണ്ടി എനിക്ക് വേണ്ട, ചവ. ABS TSC കുഴപ്പമില്ല, വേണ്ട ഗൈസ്. അതിൻ്റെ ആവശ്യം എനിക്കില്ല. ഞാൻ അത്ര നല്ല മൂഡിലല്ല. ഇത് ഒറിജിനൽ പെയിൻ്റാണ്, ഫാക്ടറി പെയിൻ്റാണ്. പക്ഷേ വേണ്ട, ഒരു ഡാമേജസും ഇല്ല. ഇച്ചിരി പൊടി ഉണ്ടെന്നുള്ളൂ, വേറെ ഒരു കുഴപ്പം ഈ വണ്ടിക്കില്ല. പക്ഷെ എനിക്ക് വേണ്ട ഗൈസ്. ആ വണ്ടി അങ്ങ് പോട്ടെ. ഈ വണ്ടി എൻ്റെ കയ്യിലുള്ളതാണ്, ഞാൻ വിറ്റതാണ്. എനിക്ക് വേണ്ടത്.
വേറെ ഒരു കുഴപ്പമില്ല, നോട്ട് പെയിൻറ്റഡ് ആണ്, എല്ലാം ഓക്കെ. പക്ഷെ വേണ്ട, എനിക്ക് എത്ര പെയിൻറ്റഡാണേലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ വേണ്ട. ആദ്യം ഇരുന്ന വണ്ടി ഞാനിങ്ങനെ ഓപ്ഷൻ തന്നെ മേടിച്ചാണ് ഗൈസ്. പക്ഷെ അതെനിക്ക് വേണ്ടായിരുന്നു. ഇത് ഓട്ടോമാറ്റിക് ആണ്, പക്ഷേ റേസ് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. എനിക്കിപ്പോഴും വേണമെങ്കിൽ വണ്ടി മേടിക്കാം, ഞാൻ മേടിക്കാതിരിക്കുവാണ്. ആരെങ്കിലും മേടിച്ചോട്ടെ പാവങ്ങൾ. ഞാൻ തൊടാതിരിക്കുവാണ് ചേച്ചി, എനിക്ക് ഇവിടെ തൊടാം, പക്ഷെ ഒന്നും തൊട്ടില്ല. എന്ത് ഈ വണ്ടി എല്ലാവർക്കും ഇഷ്ടമാട്ടോ. 20,000 രൂപ കൂട്ടിപ്പോയി കഴിഞ്ഞ ചേച്ചി. ഏതാ വണ്ടി? ഹോണ്ട ടാസ്കൺ വേണ്ട. ഇന്ന് എനിക്ക് ലാസ്റ്റ് വണ്ടി വരെ വെയിറ്റ് ചെയ്യേണ്ട വന്നു. ലാസ്റ്റ് വണ്ടി എന്ത് പൊട്ട വണ്ടിയാണല്ലോ മേടില്ല, ഞാനങ്ങ് എടുക്കാൻ പോവുക. ഞാൻ നെയ്ബർഹുഡ് പോയായിരുന്നു, ഇല്ലല്ലേ. ഓക്കെ ഗൈസ്, ഓക്കെ. വിട്ടുകൊടുക്കൂല ഗൈസ്. ഫ്രണ്ട്സ്, അപ്പോൾ അതാണ് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. ഞാൻ മേടിച്ചു ഈ ബോട്ടെ കാർ. ഇതാണ് ഞാൻ മേടിച്ച ഒരു വണ്ടി. ഇതിൽ ടർബോ ഉണ്ട്, വേറെ ഗുണമൊന്നുമില്ല, പക്ഷെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ മേടിച്ച ഗൈസ്. തുടച്ചെടുത്ത് നോക്കാം, നമുക്ക് കുറച്ച് പണിയൊക്കെ ചെയ്യാം ഗൈസ്. നമ്മുടെ പേഴ്സണൽ കാറാണ് അടുത്തത്. ഞാനിതിൽ നൈട്രൂസും കയറ്റി, റേസ് കിറ്റ് ഉണ്ട്, റേസ് കിറ്റും കയറ്റി ടർബോയും കയറ്റാൻ പോവുക. വേറെ ഒന്നും നോക്കുന്നില്ല, ഓൾറെഡി ടർബോ ഉണ്ട്. വണ്ടിക്ക് ഒരു പ്രോബ്ലം ഇല്ല, ഉണ്ടോ? നമുക്ക് ഈ വണ്ടി സെയിലിനൊരു വണ്ടി മേടിച്ചില്ലല്ലോ ഗൈസ് ഞാൻ. അതൊരബദ്ധമാണ്. നമുക്ക് അടുത്തൊരു സെയിലിനോട് വണ്ടി മേടിക്കാം. നമുക്ക് ഈ വണ്ടിയല്ല പണിയൊക്കെ പണി ഇറക്കാം ഗൈസ്. ഫസ്റ്റ് കംപ്ലീറ്റ് പണി നമ്മൾ ഈ വണ്ടിയുടെ തീർക്കാൻ പോവാണ്. നമുക്ക് ഈ വണ്ടിയുടെ ചുമ്മാ ഒരു ഫോട്ടോ എടുക്കാം ഗൈസ്, വൈബല്ലേ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ അടുത്തൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ.